നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 56 കാളിയ ഗർവശമനവും ഭഗവദനുഗ്രഹവും. ശ്ലോകം 7. ഫണിവധൂ ജനദത്തമണിവ്രജജ്വലിതഹാരദുകൂലവിഭൂഷിത തടകതൈ പ്രമദാശ്രുവിമിശ്രിതൈ സമഗഥാ സ്വജനൈർദിവസാവധൗ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. ഫണി വധൂജന ദത്ത മണിവ്രജജ്വലിത ഹാര ദുകൂല വിഭൂഷിത തടഗതൈ പ്രമദാശ്രു വിമിശ്രിതൈ സമഗഥാ സ്വജനൈർ ദിവസാവധൗ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ വായിക്കാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. ത്വം അങ്ങ് ഫണിവധൂജനദത്ത മണിവ്രജജ്വലിത ഹാര ദുകൂല വിഭൂഷിത നാഗസ്ത്രീകളാൽ നൽകപ്പെട്ടവയും രത്നസമൂഹത്താൽ മിന്നുന്നവയുമായ മാലകൾ, പട്ടുകൾ എന്നിവ കൊണ്ട് അലങ്കരിക്കപ്പെട്ടവനായി ദിവസാവധൗ പകൽ സമയം തീരാറായപ്പോൾ തടഗതൈ യമുനാ തീരത്തുള്ളവരും പ്രമദാശ്രുവിമിശ്രിതൈ ആനന്ദബാഷ്പം നിറഞ്ഞവരുമായ സ്വജനൈ കൂട്ടുകാരോട് സമഗഥ ഒന്നിച്ചു ചേർന്നു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്നു നോക്കാം. ഫണിവധൂജനദത്ത മണിവ്രജജ്വലിത ഹാരദുകൂല വിഭൂഷിത. അവിടെ വിസർഗം. ഫണി എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. വധൂജന എന്നുള്ളതിൻ്റെ ധൂന്ന് ഊന്നി പറയാനുള്ളതാണ്. ജ്വലിത എന്നുള്ളത് ജ്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ദുകൂല വിഭൂഷിത അവിടെ വിസർഗം. വിഭൂഷിത എന്നുള്ളതിൻ്റെ ഭൂന്ന് നന്നായിട്ട് ഊന്നി പറയണം. തടഗതൈ അവിടെയും വിസർഗം. പ്രമദാശ്രു വിമിശ്രിതൈ സമഗഥ അവിടെ ചേർത്ത് ചൊല്ലുമ്പോൾ സാന്ന് ഡബിളായിട്ട് ചൊല്ലണം. വിമിശ്രിതൈ എന്നവിടെ വിട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ ഒരു സാന്ന് മതി. സമഗഥ നീട്ടിയിട്ട് വിസർഗം ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സ്വജനൈർ ദിവസാവധൗ ഥൗ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സ്വജനൈർ ദിവസ എന്നുള്ള ദി മെല്ലേന്ന് ഊന്നണം ചേർത്ത് ചൊല്ലുമ്പം. ദിവസാവധൗ ദി എന്ന് വരും, മെല്ലെ ഊന്നാനുള്ളതാണത്. ഫണിവധൂജനദത്ത മണിവ്രജജ്വലിത ഹാരദുകൂല വിഭൂഷിത തടഗതൈ പ്രമദാശ്രുവിമിശ്രിതൈ സമഗഥാ സ്വജനൈർദിവസാവധൗ. അടുത്തത് 8ാമത്തെ ശ്ലോകം. നിശിപുനസ്തമസാ വ്രജമന്ദിരം വ്രജിതുമക്ഷമയേവ ജനോത്കരേ സ്വപിതി തത്ര ഭവച്ചരണാശ്രയേ ദവകൃശാനുരരുന്ധ സമന്തത. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. നിശി പുന സ്തമസ വ്രജമന്ദിരം വ്രജിതും അക്ഷമ ഏവ ജനോത്കരേ സ്വപിതി തത്ര ഭവത് ചരണാശ്രയേ ദവകൃശാനൂർ അരുന്ധ സമന്തത. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. പുനഃ പിന്നീട്, നിശി രാത്രിയിൽ, തമസ ഇരുട്ട് കാരണം, വ്രജമന്ദിരം ഗോകുലഗൃഹത്തിലേക്ക്, വ്രജിതും പോകാൻ, അക്ഷമേ അശക്തവും, ഭവച്ചരണാശ്രയെ ഭവത്പാദം മാത്രം ആശ്രയമായിട്ടുള്ളതുമായ, ജനോത്കരെ സ്വജനസമൂഹം, തത്ര ഏവ ആ നദീതീരത്തിൽ തന്നെ, സ്വപിതി ഉറങ്ങുമ്പോൾ, ദവകൃശാനു കാട്ടുതീ, സമന്തത ചുറ്റിനും, അരുന്ധ തടസ്സമായി കത്തി. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. നിശി പുനസ്തമസ വ്രജമന്ദിരം വ്രജിതുമക്ഷമ ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഏവ ജനോത്കരേ സ്വപിതി തത്ര ഭവച്ചരണാശ്രയേ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദവകൃശാനുരരുന്ധ
ന്ധ നാഥ എന്നാണ്, നന്നായിട്ട് ഊന്നി പറയണം. സമന്തത വിസർഗത്തോടു കൂടി അങ്ങനെ നിർത്താം. നിശി പുനസ്തമസാ വ്രജമന്ദിരം വ്രജിതുമക്ഷമയേവ ജനോത്കരേ സ്വപിതി തത്ര ഭവച്ചരണാശ്രയേ ദവകൃശാനുരരുന്ധ സമന്തത. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.